അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾക്ക് മല പോലെയുള്ള കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളെല്ലാം മഞ്ഞ് പോലെ ഉരുകിപ്പോകാൻ ഉപകരിക്കുന്ന ഒരു സ്വലാത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. ആ സ്വലാത്ത് ഏതാണ്, എത്ര തവണ ചൊല്ലണം, എപ്പോൾ ചൊല്ലണം എന്ന് മനസ്സിലാക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ കമൻ്റായി രേഖപ്പെടുത്തുക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ പേരിൽ പ്രസിദ്ധമായ സ്വലാത്തുണ്ട്. സ്വലാത്തുൽ ഫാത്തിമിയ എന്നാണ് ആ സ്വലാത്തിൻ്റെ പേര്. ആ സ്വലാത്ത് ഇതാണ്: അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. അല്ലാഹുവേ, നിന്റെ കാരുണ്യം പ്രകാശമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും നീ ചൊരിഞ്ഞു കൊടുക്കണേ എന്നാണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം. നമുക്ക് പല രൂപത്തിലൂടെ കടങ്ങൾ വന്നു പെട്ടവരാണ് എല്ലാവരും. മകളെ കല്യാണം കഴിഞ്ഞു, വീട് പണി കഴിഞ്ഞു, അതല്ലെങ്കിൽ രോഗിയായി, ബിസിനസ് തകർന്നു പോയി. ഇങ്ങനെ പല രൂപത്തിൽ കടങ്ങളെ കൊണ്ട് കുടുങ്ങിയവരാണ്. മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പ്രയാസപ്പെടുന്നു. അവധിയെത്തി നിൽക്കുന്ന കടങ്ങളുണ്ട്. ഇങ്ങനെ പല പല രൂപത്തിൽ കടത്തിൽ കുടുങ്ങി വീട്ടാൻ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ആ ആളുകളെല്ലാം ഈ സ്വലാത്തിനെ നിത്യവും ഒരു നിശ്ചിത എണ്ണം നിങ്ങൾ കണക്കാക്കുക. ചെറിയ സ്വലാത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി എന്നിങ്ങനെ ചൊല്ലുമ്പോൾ പെട്ടെന്ന് ചൊല്ലാൻ കഴിയും. അപ്പോൾ ഒരു നിശ്ചിത എണ്ണം നിങ്ങൾ തന്നെ കണക്കാക്കിയിട്ട് ആ സ്വലാത്ത് കൃത്യമായി ചൊല്ലുക. സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ആത്മാർത്ഥമായി നിങ്ങളങ്ങ് ദുആ ചെയ്യുക അള്ളാഹുവിനോട്. അള്ളാഹുവേ, നിന്റെ ഹബീബിൻ്റെ മകളുടെ പേരിലുള്ള സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിമിയ, ആ സ്വലാത്തിനെ ഞാൻ ഇത്ര എണ്ണം ചൊല്ലി, ആ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ, എൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ എനിക്ക് തുറന്നു തരണേ. അള്ളാഹുവേ, ആ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ എനിക്ക് കാണിച്ചു തരണേ എന്ന് ആത്മാർത്ഥമായി നിങ്ങളങ്ങ് ദുആ ചെയ്തു നോക്കുക. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഹംദും സ്വലാത്തും ഒക്കെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളങ്ങ് ദുആ ചെയ്യുക. പിന്നെ മലയാളത്തിൽ ദുആ ചെയ്താൽ മതി. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള എല്ലാ വഴികളും അല്ലാഹു തആല നിങ്ങൾക്ക് എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥമായി ചെയ്യുക, ആത്മാർത്ഥമായി ചൊല്ലുക. അല്ലാഹു തആല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.